വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ കുഞ്ചാക്കോ ബോബൻ നായകനായി ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കിരൺ ദാസ് എന്ന എഡിറ്റർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഉന്മാദത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ ചിത്രത്തിൽ കുറച്ച് സ്പോയിലർ കണ്ടന്റ് പറയാതെ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക, അതുകൊണ്ട് ധൈര്യമായിട്ട് കാണാം. ലിജോ മോൾ ജോസ്, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഉന്മാദത്തിൻ്റെ കഥ പറയുന്നത് ഷെല്ലി എന്ന കഥാപാത്രത്തിലൂടെയാണ്. സിനിമാ മേഖലയിലേക്ക് എത്തണം, എഴുത്തിലൂടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഷെല്ലി പക്ഷേ ഒരു പോലീസ് ഓഫീസറാണ്. ഒരു ലീവ് എടുത്ത് സിനിമ എഴുതാൻ വേണ്ടി 1 വർഷത്തോളം കാത്തിരിക്കുന്നു. ലീവ് ആയതുകൊണ്ട് തന്നെ ശമ്പളമൊന്നുമില്ല, ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്നത് ലിജോ മോൾ എന്ന കഥാപാത്രമാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ലിജോ മോൾക്കുണ്ട്. എങ്ങനെയെങ്കിലും ഈ സിനിമാ പരിപാടി ഒന്ന് അവസാനിപ്പിച്ച് പോലീസ് ഫോഴ്സിലേക്ക് തിരികെ തൻ്റെ ഭർത്താവ് കയറണമെന്ന് ആഗ്രഹിക്കുകയാണ് ലിജോ മോൾ. എന്നാൽ തനിക്ക് സിനിമ പാഷനാണ്, അതുകൊണ്ട് സിനിമയുമായി മുന്നോട്ട് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഷെല്ലി എന്ന കഥാപാത്രം കുഞ്ചാക്കോ ബോബൻ്റേത്. പക്ഷേ സിനിമാ മീറ്റിങ്ങും ഡിസ്കഷനും ഒക്കെ നടക്കുന്നെങ്കിൽ പോലും കാര്യമായി ഒന്നും വർക്കാവുന്നില്ല. പക്ഷേ ഭാര്യയുടെ സമ്മർദ്ദം കാരണം തിരികെ പോലീസ് ഫോഴ്സിലേക്ക് കയറുകയാണ്. അവിടെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രത്തിന് ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി മറ്റൊരു പോലീസ് സ്റ്റേഷനായ കോങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് തട്ടുകയാണ്. ആ കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഉന്മാദം എന്ന സിനിമ സംസാരിക്കുന്നത്. ഇതാണ് ഷോർട്ട് വേർഷൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. കിരൺ ദാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു എഡിറ്റർ, അതുകൊണ്ട് തന്നെ കിരണിന് എങ്ങനെ പണി അറിയാമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ സിനിമയിലൂടെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഷാഹി കബീറിൻ്റെ തിരക്കഥയിൽ സാധാരണയായി ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഷാഹി കബീറും മറ്റുള്ള ടീമുകളും ഒക്കെ പറഞ്ഞിരുന്നത് വളരെ ലൈറ്ററായിട്ടുള്ള സിനിമയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, ഇലവീഴ പൂഞ്ചിറയും റോന്തും ഒക്കെ കണ്ട് ഇൻസ്പയറായി ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ കണ്ട് ഞെട്ടി നിന്ന് എനിക്ക് ഉന്മാദം ഒരു പക്ഷേ അതിനേക്കാൾ വേറൊരു ട്രാക്കാണ് കിട്ടിയത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ലൈറ്റർ ഫിലിം. എല്ലാ സിനിമകളോടും കിടപിടിക്കുന്ന രീതിയിലേക്ക് തന്നെ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ് ഇതിലും മികച്ച രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. പെർഫോമൻസ് വൈസ് സെക്കൻഡ് ഹാഫിലൊക്കെ കുഞ്ചാക്കോവിൻ്റെ വിളയാട്ടം എന്ന് പറയാൻ പറ്റുന്ന പല രംഗങ്ങളുമുണ്ട്. ഞെട്ടിപ്പോകുന്ന, അസ്റ്റോണിഷ്ഡ് ആവുന്ന രീതിയിലുള്ള പല സീക്വൻസസും കുഞ്ചാക്കോ ബോബനോട് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിജോ മോൾ നമുക്ക് പ്രത്യേകിച്ച് പുതുമയുള്ള കഥാപാത്രമായിട്ടൊന്നും തോന്നുന്നില്ല. പലപ്പോഴായി ലിജോ മോളുടെ പല ലെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ലിജോയ്ക്ക് ഒരു ഈസി കേക്ക് വോക്ക് ആയിട്ട് പോലെയാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് ബാക്കിയുള്ളവർക്കൊക്കെ സ്ക്രീൻ സ്പേസൻസ് കുറവായിരുന്നെങ്കിൽ പോലും ഷെല്ലി എന്ന കഥാപാത്രത്തിലൂടെ തന്നെയാണ് സിനിമ പൂർണ്ണമായും സഞ്ചരിക്കുന്നത്. ഇൻ്റർവൽ ബ്ലോക്ക് ഒരു അടിഗംഭീരമായ ഒരു സംഭവം ഇട്ടുകൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും പക്ഷേ ആ ഇൻ്റർവൽ ബ്ലോക്കിൽ തരുന്ന ആ ഒരു മിസ്റ്ററിയിലല്ല സെക്കൻഡ് ഹാഫ് പിന്നെ അൺഫോൾഡ് ചെയ്യുന്നത്, വേറൊരു തലത്തിലേക്കാണ്. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ് ഫിലിം എന്ന് തന്നെ പറയേണ്ടി വരും. ഐ വുഡ് സേ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മോഡൊക്കെ ഫീൽ ചെയ്ത ഒരു സിനിമയും കൂടിയാണ് ഉന്മാദം എനിക്ക് പ്രേക്ഷകൻ എന്ന രീതിയിൽ കിട്ടിയത്. പെർഫോമൻസ് വൈസ് നമ്മൾ കുഞ്ചാക്കോവിനെയും ലിജോ മോൾ ജോസിനെയും മാത്രമായിട്ട് ഒതുക്കാതെ വില്ലനായിട്ട് വരുന്ന സാബുമോൻ ആയിക്കോട്ടെ, സുധീഷ് ആയിക്കോട്ടെ, മറ്റ് പല കഥാപാത്രങ്ങളെയും കുറിച്ച് സംസാരിക്കേണ്ടിയുണ്ട്. ഷാജി മാറാടിൻ്റെ 2-3 രംഗങ്ങളും അവരുടെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഗംഭീരമായിട്ട് തോന്നി. ബാക്കിയൊക്കെ പ്രധാനമായും ഈ സിനിമയെ ചുറ്റിപ്പറ്റിയൊക്കെ പറയേണ്ടതും കുഞ്ചാക്കോ ബോബൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് തന്നെയാണ്. ഷെല്ലി പോകുന്ന ഒരു ക്യാരക്ടർ ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് വളരെയധികം വിസിബിൾ ആവുന്ന രീതിയിൽ ഓരോ സീനിലും ഷാഹി കബീറും കിരൺ ദാസിനും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഷെല്ലിയുടെ POVയിലൂടെ തന്നെയാണ് സിനിമ പോകുന്നത്, നമുക്ക് എത്തിക്കുന്നതും ഷെല്ലിയുടെ POVയിലൂടെ മാത്രമാണ്. പക്ഷേ സാധാരണയായി പഴയ സിനിമകളിൽ, പഴയ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സിനിമകളിൽ കാണുന്ന ഒരു ട്രാക്ക് ഉന്മാദം പിടിച്ചിട്ടുള്ളത് ചെറിയ ഒരു ആവർത്തന വിരസതയായി തോന്നി. പക്ഷേ ഫസ്റ്റ് ഹാഫിലേക്ക് പോകുന്നതും സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിലേക്ക് വരെ നമുക്ക് വല്ലാതൊരു കിക്ക് തരികയും സെക്കൻഡ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ആരംഭിക്കുമ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്കും അതിന് പിന്നാലെയുള്ള കഥയും ഒക്കെ നമുക്ക് കേട്ട് കണ്ട് മടുത്ത ഒരു സാധനം വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റീക്രിയേഷനിൽ അവരൊരു പുതിയ മെത്തേഡ് ഫോളോ ചെയ്തിട്ടുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് തോന്നി. കാരണം ആ ട്രാക്ക് പോയുമ്പോഴേക്കും ഇത് ആ പടമാണല്ലോ, ഇത് ഈ പടമാണല്ലോ എന്ന് തോന്നുമെങ്കിൽ പോലും അവിടെ നിന്ന് അവരൊരു വേറെ ട്രാക്ക് പിടിച്ചത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ മാത്രമല്ല, പലരും പേടിക്കാൻ തൊടാൻ മടിക്കുന്ന ഒരു ഫയല്, ആ ഫയലുമായി അന്വേഷിച്ച് അതിനകത്ത് ഒരു സിനിമ സ്കോപ്പ് കണ്ടെത്തുന്ന നായകൻ, ആ സിനിമയുടെ സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സംവിധായകനും നിർമ്മാതാവും, അവിടെ നിന്നുണ്ടാവുന്ന ഹേർഡിൽസും കാര്യങ്ങളുമൊക്കെയാണ് ഷെല്ലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഷെല്ലിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നത്. എന്താ പറയുക, ഫാമിലിയുടെ ഒരു ഓർക്കസ്ട്ര, ഫാമിലിയുടെ ഒരു ചുറ്റുപാടൊക്കെ വളരെ രസകരമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ആ 2 കുട്ടികളും അവർക്ക് കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷെ അവർ രസകരമായിട്ട് തോന്നി. എല്ലാവരും ഒരു കുടുംബം, കൃത്യമായ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും കാണാനും സാധിച്ചു എന്നുള്ളത് അത് വളരെ റൂട്ടഡായിട്ട് പ്രേക്ഷകൻ എന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. തിരക്കഥാകൃത്തായ ഷാഹി കബീർ നല്ലോണം അഭിനയിച്ചിട്ടുമുണ്ട് ഈ പടത്തിൽ. 2 സീനിൽ അദ്ദേഹം വന്നു പോകുന്നുമുണ്ട്. പക്ഷേ ഇതിൻ്റെ മിസ്റ്ററി അൺഫോൾഡിങ് വളരെ രസകരമായി തോന്നി.
പല ഞാൻ പറയുന്നത് മേജർ ക്യാരക്ടേഴ്സ് അല്ലാതെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളായിട്ട് വന്ന താരങ്ങൾ ഉൾപ്പെടെ അവരവരുടെ പെർഫോമൻസ് ഗംഭീരമാക്കി. ആരും മോശമാക്കിയില്ല പെർഫോമൻസ് വൈസ്. അയ്യോ ഇയാൾ സ്ക്രീനിൽ വന്നത് അലമ്പായാലോ എന്നൊന്നും തോന്നാതെ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അഭിനയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ വർക്കായി. പക്ഷേ അനാവശ്യമായിട്ടൊന്നും യൂസ് ചെയ്ത് തോന്നിയിട്ടില്ല. ആവശ്യമുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണോ അത് പ്ലേസ് ചെയ്യേണ്ടത് അതേ രീതിയിൽ മാത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ ഗ്രിപ്പ് ചെയ്യിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. സോ it is a very good watch. അതായത് if you love ഷാഹി കബീർ സ്ക്രിപ്റ്റ്സ്, this film is for you. മാത്രമല്ല ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയേക്കാളുപരി ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അതെങ്ങനെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക, ഈ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കണമോ വേണ്ടയോ, അതിലൂടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന പല പല ട്രാക്കുകളും കൂടി ഈ സിനിമ കൊണ്ടെത്തിച്ച് അവസാനം ഒരു ലോജിക്കൽ പോയിന്റിലേക്ക് കൊണ്ട് ഈ സിനിമ എൻഡ് ചെയ്യിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റായിട്ടും കൂടി തോന്നി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുറച്ചധികം ക്യാമിയോസ് ഈ പടത്തിലുണ്ട്. കുറച്ചധികം ഒന്നുമില്ല, ഒരു 2 ക്യാമിയോ ഈ പടത്തിലുണ്ട്. ആ രണ്ടും ഞെട്ടിപ്പിച്ച ക്യാമിയോ ആയിരുന്നു. അത് വളരെ രസകരമായിട്ട് ഫിറ്റിൻ ചെയ്യുകയും ചെയ്തു. കാരണം അത് മനഃപൂർവ്വം ഫോഴ്സ്ഡ് ആക്കി കൊണ്ടുവരാതെ ഒരു പക്ഷേ ഒരു ഉന്മാദം 2-നൊക്കെ ഉള്ള ഒരു സാധ്യതയും കൂടി ഇട്ടുകൊണ്ട് അവർ ആ സിനിമ അവസാനിപ്പിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഷെല്ലി എന്ന കഥാപാത്രം മിസ്റ്റീരിയസ് ആണ്. ഷെല്ലിയുടെ ഉള്ളിൽ എന്താണ് പോകുന്നതെന്ന് സിനിമയുടെ അവസാനവും എനിക്കിപ്പോഴും ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നത്. അതിപ്പോഴും എന്നെ സിനിമ ഹോണ്ട് ചെയ്യിക്കുന്നതിന് ഒരു പ്രധാന കാരണമാക്കി മാറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഓപ്പൺ എൻഡായിട്ട് സിനിമ നിർത്തുന്നു എന്നുള്ളതല്ല, പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടി തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും റോന്തിലും എനിക്ക് ഇതേ ഫീൽ ഉണ്ടായിരുന്നു. അതേ ഫീൽ തന്നെയാണ് എനിക്കിപ്പോൾ ഉന്മാദം കണ്ടിട്ടും ഫീൽ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ചാക്കോച്ചൻ്റെ പ്രകടനത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പ്രത്യേകിച്ച് ചാക്കോച്ചനെ തുടക്കത്തിൽ ക്യാരി ചെയ്യുന്ന ഷെല്ലി എന്ന ക്യാരക്ടറിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ വരുമ്പോൾ ഭീകരമായ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ആ ഭീകരമായ ഷിഫ്റ്റ് എസ്പെഷ്യലി കോർട്ട് സീൻസിൽ ഒരു കോർട്ട് സീനുണ്ട്. ആ കോർട്ട് സീൻ ഹി ജസ്റ്റ് കിൽഡ് ഇറ്റ്. വളരെ രസകരമായിട്ട് തോന്നി. നാടകീയത ഒട്ടും തോന്നാതെ, വേണമെങ്കിൽ ഒരു പൊട്ടിക്ക് നാടകീയത ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രില്യൻ സീനായിരുന്നു അത്. പക്ഷേ തോന്നിക്കാതെ വളരെ റിയലായി നമുക്ക് ആ ക്യാരക്ടറിനോട് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചാക്കോച്ചൻ്റെ വേറൊരു എക്സൈറ്റിംഗ് മൊമെൻറ്റ് ഈ പടത്തിലുള്ളത്, സ്വപ്നത്തിൽ നിന്ന് കണ്ട് ഞെട്ടി എണീറ്റ് ലിജോ മോൾ എന്ന തൻ്റെ ഭാര്യയെ പോലും വേറൊരു പേഴ്സണായി കണ്ട് ഞെട്ടി മാറി കുതറി ഓടി തിരികെ ഹാളിൽ ഒരറ്റത്ത് പോയി നിൽക്കുന്ന ചാക്കോച്ചൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, ആ പ്രകടനമുണ്ട്. ആൻഡ് ഇറ്റ് വാസ് സൂപ്പർ. വളരെ രസകരമായിരുന്നു. ഈ 2 മുഹൂർത്തങ്ങൾ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴേക്കും ഈ 2 സീൻസ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. അങ്ങനെ വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു ബ്രില്യൻ സീനായിരുന്നു ഈ രണ്ടും തന്നെ. ഫ്ലാഷ് ബാക്ക് സീൻസ് വളരെ ക്രിസ്പാക്കി അവരെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇട്ട് വലിപ്പിക്കാനോ ലാഗ് അടിപ്പിക്കാനോ ഫ്ലാഷ് ബാക്കിലിട്ട് വീണ്ടും വീണ്ടും തട്ടിക്കളിക്കാനോ ഒന്നും ശ്രമിക്കാതെ സ്ട്രൈറ്റ് ടു ദ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞതിന് ഒരു പ്രത്യേക കൈയടി. അങ്ങനെ ഉന്മാദം ഒരു 2 മണിക്കൂർ 23 മിനിറ്റ് ദൈർഘ്യമുള്ള കൃത്യമായ ഡ്യൂറേഷനിൽ സിനിമ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്ലോ പേസ് ആണ് എന്ന് കരുതി ലാഗ് അടിക്കണമെന്ന് നിർബന്ധമില്ല. സ്ലോ വേറെ, ലാഗ് വേറെ. സ്ലോ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതും ലാഗ് അടിപ്പിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പ്രേക്ഷകർക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്ലോ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതാണ്, പേസ് കുറച്ചാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇതിൻ്റെ അണിയർ പ്രവർത്തകർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിരൺ ദാസ് ഒരു എഡിറ്ററും കൂടി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പേസിങ്ങിൽ കൃത്യമായ ഒരു കൈ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഡയറക്ടോറിയൽ ഭാഗവും കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ ഉന്മാദം കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.